കഴിഞ്ഞ സീസണിന്റെ കട്ടൻ കട്ടക്കുന്നു പകരം വീട്ടാനാണ് ഈ കാലും ധരിക്കുന്നില്ല. അതാണ് ഇപ്പോൾ കേരളത്തിന്റെ കൊമ്പന്മാരുടെ അവസ്ഥ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. കൊമ്പൻ എന്ന് പറയാൻ പോലും നാണക്കേട് ഉള്ള അവസ്ഥ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള കുതികാൽ വെട്ടലുകളേറ്റ് ആ മനുഷ്യനും തളർന്നു പോയപ്പോൾ ആ മനുഷ്യന്റെ രക്തത്തിനെ മുറിവുകളിലോട്ട് രക്തദാഹികൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അയാളായിരുന്നു ശരി, അയാൾ മാത്രമായിരുന്നു ശരി. പറഞ്ഞു വരുന്നത് ആ മനുഷ്യനെ പറ്റി തന്നെയാണ്. ഇന്നേക്ക് 2024 ഏപ്രിൽ 26 ആ മനുഷ്യൻ പടിയിറങ്ങിപ്പോയത്. അതിനുശേഷം അടുത്ത ഏപ്രിൽ 26 ആകുമ്പോൾ 2 വർഷത്തിലേക്ക് കടക്കുകയാണത്. 2 വർഷത്തിലേക്ക് അടുക്കുകയാണ്. 2021 ജൂലൈയിൽ ഒരു പ്രതീക്ഷകളുമില്ലാതെ എത്തിയ മനുഷ്യൻ ഇന്ന് പടിയിറങ്ങി പോയതിനു ശേഷം മുന്നിലേക്ക് നോക്കുമ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും അനന്തതയാണ്. ഓരോ എന്താ പറയുക, മുന്നിൽ ഇനി എന്ത് എന്നറിയാതെ ഇരുണ്ട് കിടക്കുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും പ്രതീക്ഷകൾ. 2021 ജൂലൈ ഒരു സർബിയക്കാരനെ അഭിയോഗങ്ങൾക്കെല്ലാം ശേഷം ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചായി പ്രഖ്യാപിക്കുന്നു, ഇവാൻ വുക്കോമനോവിച്ച്. ഇങ്ങേരൊക്കെ വന്നിട്ട് എന്തോ ചെയ്യാനാ? ഇങ്ങേരൊക്കെ വന്നിട്ട് ഇനി ഒന്നും നടക്കാനില്ല, ഇനി നോക്കിക്കോ, ഇയാളും പുറത്തേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞ ആ സ്വന്തം ആരാധകർ പോലും പറഞ്ഞപ്പോൾ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ആത്മവിശ്വാസത്തോടെ തന്റെ ടീമുമായി മുന്നോട്ട്. ഒടുക്കം ISL ആദ്യ മത്സരം ATK മോഹൻ ബഗാനെതിരെ. ആ മത്സരത്തിൽ 4-2 തോറ്റുമടങ്ങുമ്പോൾ ചങ്ക് വർഷം കൂടെ നിൽക്കേണ്ട ആരാധകർ മുമ്പ് കൂടെ നിന്ന കോച്ച് എന്തിന് സ്വന്തം നാടിന്റെ ടീം എന്ന് പോലും ഓർക്കാതെ ഒരു പ്രമുഖ മാധ്യമം ആനപ്പട വീണ്ടും പൂനപ്പട തന്നെ എന്ന് അപമാനിച്ചു. എന്നാൽ 10 മത്സരങ്ങൾക്കപ്പുറം ഒരു തോൽവി പോലും അറിയാതെ 10 മത്സരങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ ആ ഗജവീരന്മാരെയും കൊണ്ട് ആ മനുഷ്യൻ ടേബിളിന്റെ 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. ചരിഞ്ഞ കൊമ്പനെ ചാരുന്നത്ര എന്ന് പറഞ്ഞ എതിരാളികൾ പിന്നീട് മതം പൊട്ടിയ കൊമ്പനെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞ് മുട്ടിവിറച്ച് ആ മനുഷ്യനോട് അപേക്ഷിച്ചു. അപ്പോഴും ആത്മവിശ്വാസത്തോടെ ശാന്തമായി അദ്ദേഹം മുന്നോട്ട് പോയി. പ്രതിസന്ധിയായെത്തിയ COVID-19 മറികടന്ന് സെമിയിൽ ഉരുക്കിന്റെ കരുത്തുമായി എത്തിയ ജംഷഡ്പൂരിനെ മറികടന്ന് 6 വർഷങ്ങൾക്കപ്പുറം ഗോവയിൽ ഫൈനലിലേക്ക്. ആ മനുഷ്യൻ എത്രത്തോളമാണ് ഈ ആരാധകരുടെ ഹൃദയങ്ങൾ കയറിപ്പറ്റിയതെന്ന് നോക്കണമെങ്കിൽ ആ 2 അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. അതെ, ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ആ അക്ഷരങ്ങൾ കോറിയിടപ്പെട്ട് അന്ന് മുതൽ ഇനി എന്നും കോറിയിടപ്പെട്ടതാണ്. അതെ, എന്തൊക്കെ സംഭവിച്ചാലും ആ അക്ഷരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ജീവിക്കുന്നു. അതെ, ഇവാൻ ആശാൻ. ആ മനുഷ്യൻ എത്രത്തോളമാണ് ഈ നാടെന്ന് അറിയണമെങ്കിൽ തന്റെ പിള്ളേരെ പോലെ, തന്റെ മക്കളെ പോലെയാണ് അദ്ദേഹം ഈ നാടിനെയും ഈ ആരാധകരെയും സ്നേഹിച്ചത് എന്നറിയണമെങ്കിൽ ആ ഡയലോഗ് മാത്രം കേട്ടാൽ മതി. ISL ഫൈനലിൽ ഗോവയിലേക്ക് കയറി വാടാ മക്കളെ എന്നും പറഞ്ഞ് അദ്ദേഹം തന്റെ ആരാധകരെ ഗോവയിലേക്ക് ക്ഷണിച്ചു. ആശാൻ വിളിച്ചു, ഞങ്ങൾ വന്നു എന്ന രീതിയിൽ ആരാധകരും പോയി. ഗോവയിൽ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പോരാട്ടത്തിൽ പൊരുതി വീണു കേരളത്തിന്റെ സ്വന്തം മന്നപ്പട. അപ്പോഴും ആരാധകർക്ക് മുന്നിൽ ചിരിക്കാൻ ഇവാൻ കഷ്ടപ്പെടുകയായിരുന്നു. വേദനകൾ കടിച്ചമർത്തി ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. അതിനുശേഷം 9-ാം സീസൺ ഈ മാനേജ്മെന്റിന്റെ നെറുകീടും നട്ടയില്ലായ്മയും പുറത്തു വന്ന സീസൺ ആയിരുന്നു അത്. അതെ, അദ്ദേഹത്തിന്റെ ഒരു കോർ സ്ക്വാഡിനെ വിട്ടുകളഞ്ഞ അൽവാറോ വാസ്കസ്, ഹോർഹെ പെരേസ് പോലുള്ള വജ്രായുധങ്ങളെ അറഞ്ചം പുറഞ്ചം ഓടിക്കളിച്ച വിൻസിയെ തട്ടിയെറിഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് പുതിയൊരു ടീമിനെ അവരുടെ തനിപ്പണം പുറത്തെടുത്തുകൊണ്ട് നൽകുന്നു. അന്ന് മാനേജ്മെന്റിന്റെ പൊള്ളത്തരങ്ങൾ ആരാധകർ തിരിച്ചറിഞ്ഞു. അപ്പോഴും അദ്ദേഹം ആരോടും ഒരു പരാതിയും പരുവവും പറയാതെ തനിക്ക് കിട്ടിയ ടീമുമായി മുന്നോട്ട്. ആ ഒരു സീസണിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിന്റെ ആവർത്തനമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തൊക്കെയോ മങ്ങി തുടങ്ങി, പെട്ടെന്നെല്ലാം അസ്തമിച്ചു തുടങ്ങി. ഹോമിൽ മാത്രം വിജയിക്കുന്ന ടീമായി കേരളത്തിന്റെ കൊമ്പന്മാർ മാറി. അപ്പോഴും അദ്ദേഹം ശാന്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നിന്ന് വളർത്തിയെടുക്കുന്ന താരങ്ങൾ മതി നമുക്കെന്നായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. തുടർച്ചയായ 2-ാം വർഷവും ടീമിനെയും കൊണ്ട് പ്ലേ ഓഫിൽ. അപ്പോൾ ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് എന്ന് ആരാധകർ ജനലക്ഷങ്ങൾ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച സുനിൽ ഛേത്രിയുടെ നട്ടയില്ലാത്ത നെറികെട്ടയും ആ ഗോളിന് തനിക്ക് നിന്നേരാൻ സൗകര്യമില്ല. തനിക്ക് ഒറ്റ ഡാഡിയേ ഉള്ളൂ, തനിക്ക് നട്ടലാണ് ഉള്ളതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തന്റെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാക്കൗട്ട് ഡിസിഷൻ എടുക്കുന്നു. അന്ന് ഇന്ത്യൻ ഫുട്ബോൾ, ലോക ഫുട്ബോളിന് മുന്നിൽ നാണക്കേടാൽ അറിയപ്പെട്ടു ആ രാത്രി. എന്നാൽ
അത് അദ്ദേഹത്തിന് ഒരു മോശം തീരുമാനത്തിലേക്ക് എന്ന് എല്ലാവരും പറഞ്ഞു. അത് സസ്പെൻഷൻ, ഫൈൻ, ക്ലബിന് ഫൈൻ, ഇങ്ങനെ ക്ലബ് അപ്പോൾ ന്യായീകരണങ്ങൾ നിർത്തി. അയ്യോ സാമ്പത്തിക പ്രതിസന്ധി, അയ്യോ ഇനി ഒന്നുമില്ല, വാക്കൗട്ട് പ്രൊട്ടസ്റ്റ്, വുമൺ ടീമിനെ പോലും ഡിസ്പോസ് ചെയ്തു. എന്തിനായിരുന്നു അതല്ല. തുടർന്ന് 10ാം സീസൺ ഒരു അത്യാവശ്യം മികച്ചൊരു ടീം, കോച്ചില്ല എന്നുള്ള വിഷമം. 4 മത്സരങ്ങൾക്ക് ശേഷം എത്തി ആ മനുഷ്യനെ സ്വീകരിച്ചത് കണ്ടാൽ മാത്രം മതി അദ്ദേഹം ഈ നാടിന് എത്ര പ്രിയപ്പെട്ടതെന്ന്. അതെ, കേരളത്തിന്റെ മതം പൊട്ടിയ കൊമ്പൻ തിരികെ എത്തുന്നു എന്നതായിരുന്നു, ചങ്ങലകൾ പൊട്ടിച്ച് തിരികെ എത്തുന്നു എന്നതായിരുന്നു മന്നപ്പടയുടെ ടിഫോ. അങ്ങനെ ആദ്യ ഹാഫും ആദ്യ 2 സീസണുകളുടെ ആവർത്തനമായിരുന്നു. എന്നാൽ പിന്നീട് ടീം തളർന്നു തുടങ്ങി. ആരാധകരുടെ ജീവാത്മാവും പരമാത്മാവുമായ അഡ്രിയാൻ നിക്കോളാസ് ലൂഡ ലിറ്റിൽമയറിന് പോലും പരിക്കേറ്റു. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ആ ഗ്രീക്ക് ദൈവനെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട അവസ്ഥ. അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക, അവസ്ഥ അത്രമേൽ ഗുരുതരം. 17 പരിക്കുകൾ, അംഗവൈകല്യം നിറഞ്ഞ ടീമുമായി തോൽവികളോടെ തോൽവികൾ, മിന്നലാട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ആ ഇവാനിസം എവിടെയെന്ന് ആരാധകർ ജനലക്ഷങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ചു. അതൊരിക്കലും ടീം മോശം പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് വേദന ആയിരുന്നില്ല. ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ അപമാനപ്പെടുകയാണല്ലോ, പലരുടെയും ബലിമൃഗമായി എന്നത് കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ അംഗവൈകല്യം നിറഞ്ഞ ടീമുമായി ഒഡീഷയ്ക്കെതിരെ പൊരുതി വീണു. ഒടുവിൽ 3 വർഷങ്ങൾ നീണ്ട ആ ഒരു സമ്പൂർണമായ കരിയർ, 3 വർഷങ്ങൾ നീണ്ട കപ്പ് നൽകിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ നൽകിയ എല്ലാ സംഭാവനകൾക്കും ഒടുവിൽ, ഈ മാനേജ്മെന്റിന്റെ നെറിയിട്ട തീരുമാനത്തിനൊടുവിൽ, ഈ മാനേജ്മെന്റിന്റെ എന്താ പറയുക ബലിയാടായിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക്. നന്ദി ആശാനെ, ഒരുപാട് നന്ദി. താങ്കളുടെ എല്ലാ പിന്തുണകൾക്കുമെന്ന് ആരാധക ജനലക്ഷങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നന്ദി പറഞ്ഞു അദ്ദേഹത്തോട്. പിന്നീട് മൈക്കൽ സാറെ പോലുള്ള പരിശീലകനെത്തി, ഡേവിഡ് കറ്റാല എന്ന പരിശീലകനെത്തി. പക്ഷേ ഞങ്ങളുടെ ഇവാൻ ആശാന് തുല്യം ആരും എത്തില്ലെന്ന് ഇനി ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം പ്ലേ ഓഫ് എന്നത് കണ്ടിട്ടില്ല. അദ്ദേഹം പോയതിനു ശേഷം ഒരു നിറഞ്ഞ ചിരി ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോയതിനു ശേഷം കൊച്ചി സ്റ്റേഡിയം ആ പഴയ പ്രൗഢിയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ ഡേവിഡ് കറ്റാലയുടെ വാക്കുകൾ നോക്കണം. നമ്മൾ കപ്പടിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, നമ്മൾ ഇപ്പം ബെറ്റർ ആവാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ കപ്പും ഒരു കുന്തമൊന്നും ഈ സീസണിൽ പ്രതീക്ഷിക്കേണ്ട, ഒരു ഭീരുത്വമായ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ മറിച്ച് നമ്മുടെ ഇവാൻ ആശാനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു, വരണമെങ്കിൽ വരട്ടെ മക്കളെ, നമുക്ക് അവിടെ നോക്കാം. അതെ, മുംബൈക്കെതിരെ ഇന്നലെ തോറ്റു മടങ്ങുമ്പോൾ ഇതേ രീതിയിൽ വിജയിച്ചുകൊണ്ടിരുന്ന മുംബൈയെ ചങ്ങലകൾ കൊണ്ട് വീഴ്ത്തിയ ചരിത്രമാണ് ഇവാന് പറയാനുള്ളത്. അതെ, എന്താടാ എന്ന് ചോദിച്ചാൽ നീ ഏതാടാ ആരാടാ എന്ന് ചോദിച്ചു, ഏതാനാടാ എന്ന് ചോദിച്ച് മടയിലേക്ക് വിളിച്ചു വരുത്തി ലാസ്റ്റ് സപ്പർ നൽകി വിടുന്ന ശീലമായിരുന്നു ഞങ്ങളുടെ ഇവാൻ ആശാന്. ആ മനുഷ്യൻ പടിയിറങ്ങിയതിനു ശേഷം എന്തോ ഒരു ഇരുട്ടാണ് മുന്നിൽ, ഇനി എന്തെന്നുള്ള ചിന്തയാണ് മുന്നിൽ. അതെ, ഒരുപാട് നന്ദി ആശാനെ, ഞങ്ങൾ താങ്കളെ മിസ് ചെയ്യുന്നു, ഇനിയും ഒരുപാട് മിസ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോഴും ആരാധക ജനലക്ഷങ്ങൾ ആഗ്രഹിക്കുന്നു, വി വാണ്ട് യു ബാക്ക് ഇവാൻ ആശാനെ. താങ്കളായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. മറ്റു വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.